ഹായ് എവരിവൺ, യെസ് അക്കാദമി ട്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള കൺസ്ട്രക്ഷൻസ് ആണ്, നിർമ്മിതികൾ. അവരുടെ സെക്കൻഡ് ടൈം പരീക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുമസ് പരീക്ഷയ്ക്ക്, സാധാരണ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള നിർമ്മിതികൾ, മാത്തമാറ്റിക്സിന്റെ കൺസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ സാധാരണ നോട്ട്ബുക്കിൽ നിങ്ങൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതേ മെത്തേഡിൽ തന്നെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് വരച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് അടിച്ചും അത് കാണാൻ വേണ്ടി സാധിക്കും. നന്നായിട്ട് വരയ്ക്കാനൊക്കെ പഠിക്കുക. കാരണം എഴുതി മേടിക്കുന്നേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് മാർക്കുകൾ മേടിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? റെഡിയല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം കൺസ്ട്രക്ഷൻ. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 centimeters ആൻഡ് ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ ദിസ് സർക്കിൾ. അതായത് 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. അതിനുശേഷം ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. അതിൻ്റെ 3 മൂലകളും എവിടെയായിരിക്കണം? വൃത്തത്തിൽ ആയിരിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരയ്ക്കാം? ആദ്യം നമുക്ക് സ്കെയിൽ എടുക്കാം. എന്നിട്ട് റേഡിയസ് എത്രയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് അളന്നെടുക്കാം. നമ്മുടെ റേഡിയസ് പറഞ്ഞിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. കണ്ടോ, 3 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഓക്കെ, സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ചു. ഓക്കെ, ഒരു വൃത്തം വരച്ചു. നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ 3 മൂലകളും എവിടെയായിരിക്കണം? നമ്മുടെ സർക്കിളിലായിരിക്കണം. ഓക്കെ, അതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഒരു കോഡ് നിങ്ങൾ അതിനകത്ത് വരയ്ക്കുക. ഒരു ഞാൻ വരച്ചേക്കുക. ഒരുപാട് താഴ്ത്തി വരയ്ക്കേണ്ട, അത്യാവശ്യം ഒരു വലിപ്പം കിട്ടുന്ന രീതിയിൽ എത്രയെങ്കിലും ആയിക്കോട്ടെ, ചുമ്മാ വരച്ചേക്കാം. ഓക്കെ, അതിനുശേഷം തൽക്കാലം ഞാൻ അതിന് പേര് കൊടുക്കുകയാണ്. നിങ്ങൾ പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിലാണ് ഞാൻ AB എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ AB എന്ന് പറയുന്ന വരയ്ക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമവാജി വരയ്ക്കുകയാണ്. എങ്ങനെയാണ് ലംബ സമവാജി വരയ്ക്കുക നിങ്ങൾക്കറിയാലോ. നമ്മൾ ഒരു വരയുടെ പകുതിയിലധികം നീളം എടുക്കണം, മോർ ദാൻ ഹാഫ്. ഓക്കെ, പകുതിയിലധികം നീളമെടുത്തു. നമ്മൾ മുകളിൽ ഒരാർക്ക് വരച്ചു. അതുപോലെ നമ്മൾ താഴെയും ഒരാർക്ക് വരച്ചു. അതിനുശേഷം ബിയിൽ കുത്തി, അതിൻ്റെ ആ വരയുടെ അടുത്ത എൻഡിൽ അറ്റത്ത് കുത്തി നമ്മുടെ നേരത്തെ വരച്ച ചാപത്തിനെ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. നോക്കി, ഇവിടെയും താഴെയും നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ഇനി ഈ 2 വരകൾ ചേർത്ത് നമ്മൾ വരയ്ക്കുകയാണ്. ഈ 2 വരകൾ നമ്മൾ ചേർത്ത് വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഈ AB എന്ന വരയുടെ ലംബ സമവാജി കിട്ടി. അത് കൃത്യമായിട്ട് സെൻറ്ററിൽ കൂടി തന്നെയാണ് കടന്നു പോവുക. ദെൻ ഇതിനി നമുക്ക് കുറച്ചങ്ങ് നീട്ടി അങ്ങോട്ട് വരയ്ക്കാം. എന്ത് ചെയ്യാം, അത് കുറച്ച് നീട്ടി വരയ്ക്കാം. ഇനി ഈ പോയിന്റ് ഞാൻ C എന്ന പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, Aയും Cയും തമ്മിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ Bയും Cയും തമ്മിൽ ജോയിൻ ചെയ്തു. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ABC എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും, സമഭുജ ത്രികോണമായിരിക്കും. അതിൻ്റെ ABയും BCയും AC അളവുകളൊക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇതേപോലെ ആണ് ചെയ്ത് നോക്കേണ്ടത്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കൺസ്ട്രക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എങ്ങനെയാണ്? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5, 6, 8 centimeters ആൻഡ് ഡ്രോ ഇറ്റ്സ് സർക്കിൾ. 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ പിന്നെ വശങ്ങളുള്ള ഒരു ത്രികോണം വരയ്ക്കുക. ആ ത്രികോണത്തിന് പരിവൃത്തം വരയ്ക്കുക. അപ്പോൾ നമ്മൾ പരിവൃത്തം വരയ്ക്കാൻ വേണ്ടി പോവാണ്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന അളവുകളിൽ ഏറ്റവും നീളം കൂടിയ അളവ് ഏതാണോ അതാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ
തന്നിരിക്കുന്ന അളവുകളിൽ ഏറ്റവും നീളം കൂടിയ അളവെന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് 8 സെൻറ്റിമീറ്റർ നമുക്ക് ആദ്യം വരയ്ക്കാം. കണ്ടോ, 8 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചു. ഇതാ വര 8 സെൻറ്റിമീറ്റർ. തൽക്കാലം AB എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. നിങ്ങൾ പേര് കൊടുക്കണ്ട, എനിക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. 8 സെൻറ്റിമീറ്റർ AB. അതിനുശേഷം നമ്മുടെ വശങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററാണ് ബാക്കിയുള്ളത്. അത് നമ്മൾ കോമ്പസിലാണ് വരയ്ക്കാൻ പോകുന്നത്. 2 വശങ്ങളും 0 നമ്മൾ കുത്തി. നമ്മൾ എത്ര സെൻറ്റിമീറ്റർ എടുക്കുന്നു? 5 സെൻറ്റിമീറ്റർ എടുത്തു. 5 സെൻറ്റിമീറ്റർ എടുത്തു. എയിൽ നിന്ന് നമ്മളൊരു ആർക്ക് വരച്ചു. ഓക്കെ, ഇനി അടുത്ത വശം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. വീണ്ടും നമ്മൾ സ്കെയിൽ എടുത്തു. 6 സെൻറ്റിമീറ്റർ നമ്മുടെ കോമ്പസിലാണ് എടുത്തത്. 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ ബിയിൽ കുത്തിയിട്ട് നമ്മൾ അതിനെന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടും. ശരിയല്ലേ? നോക്കട്ടെ. കണ്ടോ, BC എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. C എന്ന് പേര് കൊടുത്തു കേട്ടോ. ദെൻ AC 5 സെൻറ്റിമീറ്റർ. നമ്മൾ അത് ജോയിൻ ചെയ്ത് വരച്ചു. ഓക്കെ, 5 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഓരോ വശത്തിൻ്റെയും ലംബ സമഭാജി ഇല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. പലതരത്തിലുള്ള ത്രികോണങ്ങൾ തരാം, ഇല്ലെങ്കിൽ ത്രികോണങ്ങളുടെ ആംഗിളുകൾ തന്നിട്ട് നിങ്ങളോട് ഇതേ ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ വശത്തിൻ്റെയും ലംബ സമഭാജികളാണ് വരയ്ക്കേണ്ടത്. ഓരോ വശത്തിൻ്റെയും. ഓക്കെ, ഏതെങ്കിലും 2 വശം വരച്ചാൽ മതി, എല്ലാ വശത്തിൻ്റെയും വരയ്ക്കേണ്ട. ലംബ സമഭാജി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിരുന്നു. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നമ്മൾ ചെയ്താണ്. പകുതിയിലധികം നീളമെടുത്തു. ഈ വരയുടെ പകുതിയിലധികം എടുത്തു. എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ, പകുതിയിൽ കൂടുതലായാൽ മതി. ഞാൻ എന്ത് ചെയ്തു? ഒരു ആർക്ക് മുകളിൽ വരച്ചു, താഴെയും ആർക്ക് വരച്ചു. ഇനി ബിയിൽ ഞാൻ കുത്തി, ആർക്കിനെ ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ആർക്കിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഇനി ഈ 2 വരകൾ ചേർത്ത് വരച്ചു. കൃത്യമായിട്ട് വരയ്ക്കണം. ചേർത്ത് വരച്ചു. ഇനി അടുത്തൊരു വശത്തിന്, ഏതെങ്കിലും ഒരു വശത്തിന് വരയ്ക്കാം. ഞാൻ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഈ വശത്തിന് വരയ്ക്കുകയാണ്. ഇവിടെയും ഇവിടെയുമാണ് എനിക്ക് എന്ത് വരയ്ക്കേണ്ടത്? ആർക്ക് ഇല്ലെങ്കിൽ ചാപം വരയ്ക്കേണ്ടത്. പകുതിയിലധികം നീളം എടുത്തു. ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു, ചാപം വരച്ചു. ഇനി സിയിൽ പോയിന്റ് ചെയ്തു, ആർക്കിനെ കട്ട് ചെയ്തു. ആർക്കിനെ കട്ട് ചെയ്തു. ഇവിടെ കട്ടായില്ല അല്ലേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടെൻഷൻ വേണ്ട. ഒന്നും കൂടി അവിടെ വെച്ചിട്ട് തിരിച്ച് വരച്ചു കഴിഞ്ഞാൽ കട്ടാവും. ഇനി ഈ 2 വരകൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ 2 പോയിന്റുകൾ ചേർത്ത് വരയ്ക്കുകയാണ്. ഈ 2 വരകൾ നമ്മൾ എന്ത് ചെയ്തു? ചേർത്ത് വരച്ചു. ഇനി ഈ 2 പോയിന്റുകൾ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്തത്, 2 കൂട്ടിമുട്ടിയത്, അവിടെ നിന്ന് നമ്മൾ ഒരു കോർണറിലേക്ക്, ഏതെങ്കിലും ഒരു കോർണറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് എടുക്കുകയാണ്. അതുകൊണ്ടോ, ബിയിലേക്കോ സിയിലേക്കോ നമുക്ക് ഒരു വശത്തേക്ക് നമുക്ക് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഓക്കെ, കൃത്യമായിട്ട് കുത്തുക. എനിക്കിവിടുന്ന് തെന്നി പോകുന്നു. ഓക്കെ, കണ്ടോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിവൃത്തം ഇല്ലെങ്കിൽ സർക്കിൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. എപ്പോഴും തന്നെ ചോദിക്കാറുള്ള ഒരു നിർമ്മിതിയാണ്. ഡ്രോ എ ലൈൻ ഓഫ് 10 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 3:4. 10 സെൻറ്റിമീറ്റർ നീളമുള്ള എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക, രേഖ വരയ്ക്കുക. അതിനെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക. ഓക്കെ, പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം? 10 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വര ആദ്യം തന്നെ അങ്ങോട്ട് വരച്ചേക്കാം. 10 സെൻറ്റിമീറ്റർ നീളത്തിൽ വര വരച്ചു. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? 3:4 ഡിവൈഡ് ചെയ്യേണ്ടത്. ഞാനിതിന് AB എന്ന് പേര് കൊടുത്തു തൽക്കാലത്തേക്ക്.
ഇനി ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം റേഷ്യോ എത്രയാണ്? 3:4 ആണ്. അത് രണ്ടും കൂട്ടി നോക്കുക. 3 + 4 എത്ര കിട്ടും? 7 എന്ന് കിട്ടും. ഓക്കെ, 7 സെൻറ്റിമീറ്റർ സ്കെയിലെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് വരയ്ക്കാം, ഇങ്ങനെ വെച്ച് വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെരിവിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ നിങ്ങൾക്ക് വരയ്ക്കാം. എന്നാലും ഒരു ഏകദേശമൊക്കെ ഈ ഒരു കണക്കിന് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ദെൻ 7 സെൻറ്റിമീറ്റർ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണോ കിട്ടിയത് അത്രയും എന്ത് ചെയ്യുക? നീട്ടി വരയ്ക്കുക. അത്രയും എന്ത് ചെയ്യുക? നീട്ടി വരയ്ക്കുക. ഇത് ഞാൻ എത്രയാണ് എടുത്തത്? 7 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട റേഷ്യോ ഏതാണ്? 3:4 ആണ്. ആ 7 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? 3 മാർക്ക് ചെയ്യുക. കണ്ടോ? 3 എടുത്ത് മാർക്ക് ചെയ്തു. 3 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം 3 സെൻറ്റിമീറ്ററും ഇതെത്രയാണ്? 4 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അതായത് ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്, 3:4 ആണ്. നമുക്ക് പക്ഷേ AB എന്ന് പറഞ്ഞ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ വരേനെയാണ് ഈ 3:4 എന്ന റേഷ്യോയിൽ ഭാഗിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്തെടുക്കാം? നമ്മുടെ ബോക്സിലുള്ള സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നതാണ് എടുക്കുക. രണ്ട് ടൈപ്പ് സെറ്റ് സ്ക്വയർ ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഒരു സെറ്റ് സ്ക്വയർ എടുക്കാം. ദെൻ സ്കെയിൽ എടുക്കുക. ഇനി ഇതാ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചേക്കാം. ഈ മേളത്തെ പോയിന്റ് ഞാൻ വേണമെങ്കിൽ P എന്ന പേര് കൊടുക്കുകയാണ്. PB ഞാൻ വരച്ചു. ഇനി നമ്മുടെ സെറ്റ് സ്ക്വയർ ഈ PB എന്ന് പറയുന്ന വരയിൽ ചേർത്ത് വയ്ക്കുക. വരയുള്ള ഈ എഴുത്തുകളുള്ള ഭാഗങ്ങളെ ചേർത്ത് വയ്ക്കുക. ഈ ഭാഗവും നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാം. പക്ഷേ എഴുത്തില്ലാത്ത ഭാഗം കൊണ്ട് ഇവിടെ ചേർത്ത് വയ്ക്കരുത്. ചേർത്ത് വെച്ചു. അതിനുശേഷം ഇത് കുറച്ച് കയറ്റി വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. കുറച്ച് കയറ്റി വെച്ചിട്ട് ചേർത്ത് വയ്ക്കുക. ഇനി സ്കെയിൽ ഇതിൻ്റെ അടുത്ത എഴുത്തുള്ള ഭാഗത്ത് വയ്ക്കുക. കണ്ടോ? ഫിക്സ്ഡായി. ഇനി സ്കെയിൽ അനങ്ങരുത്. നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ സ്കെയിലിനോട് മുട്ടി തന്നെ കേട്ടോ. ചേഞ്ച് ആവരുത്. മുട്ടി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 3ൻ്റെ അവിടെയുള്ള ആ പോയിൻ്റ് വരെ എന്ത് ചെയ്യുക? താഴേക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരിക. അവിടെ എത്തിക്കഴിയുമ്പോൾ സ്കെയിലിൽ നിന്ന് പിടിവിടുക. സെറ്റ് സ്ക്വയറിൽ പിടിച്ച ശേഷം അനങ്ങരുത്. കൃത്യമായിട്ട് വരയ്ക്കുക. പാരൽ ലൈൻസ് ആണ് നമ്മൾ വരച്ച്. പാരൽ ലൈൻ സമാന്തര രേഖ വരയ്ക്കുന്ന രീതിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരൽ ലൈൻസ് ഏത് രണ്ട് വരേനെയും ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3:4 ആണ് ഡിവൈഡ് ചെയ്തെങ്കിൽ താഴെയും 3:4 ആയിരിക്കും. ഞാനിവിടെ C എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ AC CB എന്ന് പറയുന്നത് 3:4 ആയിരിക്കും. 10 സെൻറ്റിമീറ്റർ എന്നുള്ള ആദ്യം മാർക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത കൺസ്ട്രക്ഷൻ നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 2:3:4. അതായത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ, ചുറ്റളവ് 11 സെൻറ്റിമീറ്ററുള്ള എന്ത് വരയ്ക്കണം? ഒരു ത്രികോണം വരയ്ക്കണം. ആ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത്, വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3:4 ആയിരിക്കണം. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. എത്രയാണ് നമ്മുടെ പെരിമീറ്റർ പറഞ്ഞിരിക്കുന്നത്? 11. അങ്ങനെയെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ട വരയുടെ നീളവും എത്രയാണ്? 11 സെൻറ്റിമീറ്ററിൽ വര വരയ്ക്കുക. ഓക്കെ, 11 സെൻറ്റിമീറ്ററിൽ ഞാൻ വര വരച്ചു. AB എത്രയാണ്? 11 സെൻറ്റിമീറ്ററാണ്. ഞാൻ എഴുതുന്നില്ല. ഓക്കെ, 11 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ എഴുതിയേക്കാം. 11 സെൻറ്റിമീറ്ററിൽ ഞാൻ വര വരച്ചു. അതിനുശേഷം എനിക്ക് ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ 2:3:4 ആണ് അല്ലേ? ഇതെല്ലാം കൂട്ടി നോക്കുക. 2, 3, 5, 4, 9. അങ്ങനെയെങ്കിൽ ഇനി ചെയ്യേണ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ചെരുവെടുക്കുക. ദെൻ ഞാൻ ഇങ്ങനെ എടുത്തു 9 സെൻറ്റിമീറ്റർ കേട്ടോ. ഉണ്ടോ? ഞാൻ 0 വെച്ചിട്ടാണ് ഞാനിതിങ്ങനെ ചരിച്ചത്. ദെൻ 9 സെൻറ്റിമീറ്റർ വരച്ചു. 9 സെൻറ്റിമീറ്റർ വെച്ചു. തൽക്കാലം P എന്നതിന് പേര് കൊടുത്തു. ഡിവൈഡ് ചെയ്ത റേഷ്യോ 2:3:4 ആണ്. അങ്ങനെയാണെങ്കിൽ 2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ എടുക്കുക. 3 സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്യുക. 2 സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത പോയിന്റ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ എടുത്ത്
മാർക്ക് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇത് 2ഉം ഇത് 3ഉം ഇത് 4ഉം ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവ തമ്മിലുള്ള റേഷ്യോ 2:3:4 ആണ്. ഇനി ഈ പി ബി ജോയിൻ ചെയ്യുക. നേരത്തെ കുറച്ച് അതേ പ്രൊസീജിയറാണ്. പി ബി ജോയിൻ ചെയ്യുക. പി ബി ജോയിൻ ചെയ്ത ശേഷം നമ്മുടെ സെറ്റ് സ്ക്വയറിന് എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എവിടെയാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്? പി ബിയിൽ വെക്കുക. പി ബിയിൽ നല്ല ചേർത്ത് കൃത്യമായിട്ട് വെക്കുക. കണ്ടോ, വരയിൽ കണ്ടോ, വരയിൽ കറക്റ്റ് ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ സ്കെയില് ഇപ്പുറത്തെ ഭാഗത്ത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ സ്കെയിൽ അനങ്ങില്ല. പക്ഷേ നമ്മൾ ഇനി അനക്കാൻ പോകുന്നത് എന്താണ്? ഇവിടെ സെറ്റ് സ്ക്വയർ ആണ്. സെറ്റ് സ്ക്വയർ ഇവിടെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മളിങ്ങനെ താഴേക്ക് മൂവ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ വര എത്തിക്കഴിയുമ്പോൾ നമ്മളവിടെ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പാരലൈൻസ് വരച്ചു. ദെൻ സ്കെയിൽ മൂവ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അവിടെ വെച്ചിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. ദെൻ ഇങ്ങനെ കൊണ്ടുവന്ന് അടുത്ത പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ ഒരു പാരലൈൻസ് വരച്ചു. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ആ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ത്രികോണം വരയ്ക്കണം അല്ലേ? അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പോയിന്റിന് തൽക്കാലം പേര് കൊടുക്കാം. സി ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഞാൻ ഡിയിൽ എൻ്റെ കോമ്പസ് വെച്ചു. ഞാൻ ബി വരെയുള്ള നീളം എടുത്തു. നോക്കി, ഡിയിൽ വെച്ച് ബി വരെയുള്ള നീളം എടുത്തു. താഴെ ഞാൻ ഒരു ആർക്ക് വരച്ചു. താഴെ ഒരു ചാപം വരച്ചു. ശ്രദ്ധിച്ചു, താഴെ ഒരു ചാപം ഞാൻ വരച്ചു. ഓക്കെ, കുറച്ച് ഇങ്ങോട്ടേക്ക് കയറ്റി വരയ്ക്കാം. താഴെ ഒരു ചാപം വരച്ചു. ഇനി സിയിലാണ് ഞാൻ ഇനി കുത്തുന്നത്. സിയിൽ കുത്തി എയിലേക്കുള്ള നീളം എടുത്തു. ഓക്കെ, എയിലേക്കുള്ള നീളം എടുത്തു. അതിനുശേഷം നേരത്തെ വരച്ച ആർക്കിനെ ഞാൻ കട്ട് ചെയ്തു. കണ്ടല്ലോ? അപ്പോൾ എനിക്കിവിടെ ഒരു പോയിന്റ് കിട്ടി. ഞാൻ തൽക്കാലം അതിന് ഇ എന്ന് പേര് കൊടുക്കുന്നു. ഇത് കൂട്ടി വരയ്ക്കുക. സിയിൽ നിന്ന് ഇയിലേക്ക് വരയ്ക്കുക. അതേപോലെ ഡിയിൽ നിന്ന് എന്ത് ചെയ്യുക? ഇയിലേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഈ ട്രയാങ്കിളാണ്. ഓക്കെ, ഷെയ്ഡ് ചെയ്യണമെന്നില്ല. ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ വൃത്തിക്ക് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്താലും നല്ലതാണ്. CDE ആണ് നമുക്ക് ആവശ്യമുള്ള ത്രികോണം, റിക്വയർഡ് ട്രയാങ്കിൾ. ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കൂട്ടിയാൽ 11 സെൻറ്റിമീറ്ററും വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 2:3:4 ആയിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് the same as those of the triangle shown and scaled by 1 and 1/4. അപ്പോൾ നമുക്ക് വേറൊരു ത്രികോണം വരയ്ക്കണം. ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ഓരോ വശം ഇതിനേക്കാൾ എത്രയായിരിക്കണം? 1 and 1/4 ടൈംസ് കൂടുതലായിരിക്കണം. ഓക്കെ, ദ ട്രയാങ്കിൾ ഷോൺ ആൻഡ് സൈഡ് സ്കെയിൽഡ് ബൈ 1 and 1/4. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിൽ തന്നെ വീഡിയോ കിടപ്പുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? വിഷമഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെയാണ്? ഇത് 1 × 4 + 1. 1 × 4 4, 4ഉം 1ഉം 5 ഡിവൈഡഡ് ബൈ 4, 5/4. അത് ചെറിയൊരു കണക്ക് നമുക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ഞാൻ തൽക്കാലം പേര് കൊടുക്കുന്നു, ABC എന്ന് പേര് കൊടുക്കുന്നു. AB 4 ഇനിയിപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന AB-യുടെ നീളം എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ AB = നമ്മൾ വരയ്ക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ 4 നോ പ്രോബ്ലം. 5/4 × 4. ഓക്കെ, ഈ 4 ആണ് ഇത് കേട്ടോ. 5/4 ഇവിടെ കിട്ടിയതാണ്. 5/4 × 4. ഈ 4 വെട്ടിക്കളയാം. വിച്ച് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നതിൽ AB എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി BC ഇവിടെ എത്രയാണ്? 8. നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന BC എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 5/4 × ഈ 5/4 ഇൻറ്റു ഇതെത്രയാണ്? 8. ഈ 4ഉം 8 നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? 4 2 പ്രാവശ്യം 8ൽ പോകും. അപ്പം 5 × 2 = 10 സെൻറ്റിമീറ്റർ. ഇനി വരയ്ക്കാൻ പോകുന്ന BC-യുടെ ഒരു വശം എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും.
ഇനി അടുത്തത് 6 അല്ലേ, എ സി ഈസ് ഈക്വൽ ടു 5/4 ഇൻറ്റു ഇതിൻ്റെ നീളം എത്രയാണ്, 6 നമുക്ക് വെട്ടി ചെറുതാക്കാം. 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5 × 3 15/2 എന്ന് കിട്ടി. 15/2 എത്രയാണ്, 7.5 അല്ലേ, 7.5. അപ്പോൾ ഇനി വരയ്ക്കാൻ പോകുന്ന എ സിയുടെ നീളം എത്രയായിരിക്കും, 7.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി സാധാരണ രീതിയിൽ നമ്മൾ ത്രികോണം വരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും നീളം കൂടിയ വശം നമുക്ക് ആദ്യം വരയ്ക്കാം, 10 സെൻറ്റിമീറ്റർ. എ ബി 10 സെൻറ്റിമീറ്റർ. ഇതേപോലെ തന്നെ ചതുർഭുജം വരയ്ക്കാൻ പറഞ്ഞാലും ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ക്വാഡ്രിലാറ്ററലൊക്കെ ചോദിച്ചാലും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യുക. 10 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി അടുത്തത് 5 സെൻറ്റിമീറ്ററും 7.5. 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിലെടുക്കാം. കോമ്പസിലെടുത്തു 5 സെൻറ്റിമീറ്റർ. ഓക്കെ, 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. അതിനുശേഷം നമ്മൾ ഇവിടെ കുത്തി, അല്ല നമ്മൾ ബി സി ആണ് ഓൾറെഡി വരച്ചത്. ബിയിൽ കുത്തി നമ്മളിവിടെ ഒരു ആർക്ക് വരച്ചു. അടുത്തത് എ സി എന്ന് പറയുന്നത് 6 പകരം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, 7.5 ആണ് വേണ്ടത്. അതുകൊണ്ട് വീണ്ടും നമ്മൾ 0 നിന്ന് 7.5 കൃത്യം 7.5 നമ്മൾ മാർക്ക് ചെയ്ത് 7.5 കണ്ടോ, 7.5 മാർക്ക് ചെയ്തു. 7.5. ദെൻ സിയിൽ നമ്മൾ കുത്തി അതിനെ നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. ദെൻ നമുക്ക് എ സി കൂട്ടി വരയ്ക്കാം. എ സി കൂട്ടി വരച്ചു. അതേപോലെ നമ്മൾ എന്ത് കൂട്ടി വരച്ചു, എ ബി നമ്മൾ കൂട്ടി വരച്ചു. അപ്പോൾ നമുക്ക് 10 സെൻറ്റിമീറ്റർ, 7.5 സെൻറ്റിമീറ്റർ, ദെൻ 5 സെൻറ്റിമീറ്റർ. നമ്മൾ ഇതിനേക്കാൾ 1.5. ഈ ചിത്രം നോക്കണ്ട കേട്ടോ, ഇതൊരു റഫ് ഫിഗർ ആയിരുന്നു. പരീക്ഷയ്ക്ക് വരുമ്പോൾ അതൊരു ചെറിയ ഫിഗർ ആയിരിക്കും. 1 and 1/4 ടൈംസ് ഉള്ള മറ്റൊരു എന്ത് ചെയ്തു, ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഇങ്ങനെ നമുക്ക് ചതുർഭുജം തന്നാലും ഒരു അളവ് തരും. ദെൻ ഇതേപോലെ കണക്ക് ചെയ്ത് കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ വരച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം കൺസ്ട്രക്ഷനൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വരച്ച് പഠിക്കണം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണണം. പോസ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഓടിച്ച് വരയ്ക്കുകയൊന്നും വേണ്ട, വൃത്തിയായിട്ട് വരയ്ക്കുക. ഓൾ ദ ബെസ്റ്റ്.